ഒരു കാറിന് പുതിയ ഫോഗ് ലാമ്പ് വെച്ചു. അത്യാവശ്യത്തിന് ഒരു വഴിക്ക് പോകാൻ നിന്നാൽ അപ്പോൾ ഫോഗ് ലാമ്പ് പണി തരും. എഞ്ചിൻ സൈഡിൽ എവിടെയെങ്കിലും കയറിയിരിക്കും. അയ്യോ, ഫോഗ് ലാമ്പിന് നാണം വന്നെന്ന് തോന്നിയതോ കയറിപ്പോയി. ഇത് നേരത്തെ കണ്ട ഫോഗ് ലാമ്പിന്റെ അനിയനാ. ഇതാണെങ്കിൽ പറന്ന് നടക്കുന്ന പായുണ്ടെന്ന് അറിഞ്ഞു. അത് എങ്ങനെയാ പറന്ന് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ നോക്കുക. ഒരു ഓൺലൈൻ ബൈക്ക് ടാക്സി വിളിച്ചതാ. പോലീസിനെ പേടിച്ച് എന്തൊക്കെ വേലത്തരങ്ങൾ ചെയ്തു കൂട്ടണം. തലയിൽ കയറാൻ പറ്റാത്ത ഹെൽമറ്റും അതിന്റെ കൂടെ പിന്നെ AI ക്യാമറയും. ഒരു വണ്ടിന്റെ മൈൻഡ് എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു തോട്ടിയുണ്ടെങ്കിൽ ഏത് ആനയും വഴിക്ക് നിർത്താൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഒരു പേനയുണ്ടെങ്കിൽ ഈ വണ്ടിനെ വരയിൽ നിർത്താം. തേനീച്ചയ്ക്ക് കയറാൻ ചെറിയ ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് DJ പാർട്ടി ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ആ ട്രാക്ടറിന്റെ വിളിയും തേനീച്ചകളുടെ സമരമാണ്. റിയൽ ലൈഫിലെ പബ്ജി കളിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. ഇതാകുമ്പോൾ വേറൊരു തെണ്ടിയുടെ സഹായം വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് മതി. ഒറ്റയ്ക്ക് വലിയ സാധനം കൊണ്ടുപോകാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ ടോയ് ലോറി വാങ്ങിച്ചാൽ അതിന്റെ പുറകിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. ഷോപ്പിങ്ങിന് പോയ ചേട്ടന്റെ ഒരു സ്റ്റൈൽ. കുറച്ച് മസിൽ കൂടുതലുണ്ടെന്ന് കരുതി ഇങ്ങനൊന്നും കാണിക്കരുത്. നൂഡിൽസ് വേവിച്ച് കഴിക്കാൻ മടിയായോണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കി എടുക്കുന്നതാ കാണുന്നേ. ഇങ്ങനെയുണ്ടോ മടിയുള്ളവർ? ആരും പേടിക്കേണ്ട, ഞാനിവിടെ തറയ്ക്ക് തെറ്റലുണ്ടോ നോക്കിയതാ. മിഷൻ കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞ് പണി നിർത്തിവെക്കാൻ പറ്റുമോ? നമ്മൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തു. മിഷന്റെ മുന്നിലെ പാർട്ട് ഇളക്കി മാറ്റി അവിടെ ഒരു വെട്ടുകത്തി വെച്ചു. കുരങ്ങന്റെ ഓരോ കാര്യങ്ങൾ. കുറ്റിച്ചെടികളുള്ള സ്ഥലമാണിത്. തറയിൽ എന്തെങ്കിലും ഇടിജന്തുക്കൾ ഉണ്ടാകുമെന്ന് കരുതി കാണണം. 2 കാല് പൊക്കി കൈ കുത്തി തറ നോക്കി നടന്നു വരുന്നേ. ഈ ചേച്ചി ഇറച്ചി ഗ്രിൽഡ് ചെയ്യാനുള്ള പരിപാടി നോക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് എവിടെ വെച്ച ഗ്രിൽഡ് ചെയ്യാൻ നോക്കുന്നതെന്ന് നോക്ക്. അതും ഒരു പ്ലാസ്റ്റിക് ടേബിളിന്റെ മുകളിൽ. ഇങ്ങനെയാണെങ്കിൽ ഇറച്ചി ഗ്രിൽഡ് ചെയ്ത് കഴിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. ഒരു ടാപ്പ് കൊണ്ട് 2 ഉപയോഗം. സിങ്കിന്റെ അകത്ത് ബക്കറ്റ് വെച്ച് വെള്ളം പിടിച്ച് സിങ്ക് കേടാക്കുമെന്ന് പേടിക്കേണ്ട. ബക്കറ്റ് തറയിൽ വെച്ച് വെള്ളം പിടിക്കുവാനും പറ്റും. അയ്യോ, മീനുകളെല്ലാം ചത്തേ. മീൻ ഡേ മതി ആക്ടിങ് നിർത്ത്. നേരം വെളുത്തു, എഴുന്നേക്ക്. ബൈക്കിൽ കയറി അഭ്യാസം കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിയാണിത്. മെക്കാനിക്കൽ അറിയുന്നവർക്ക് ഇതെന്താ സംഭവിച്ചേക്കുന്നതെന്ന് മനസ്സിലായി കാണാം. നമ്മൾ കൂടുതലും പറയാറുള്ള പഴഞ്ചൊല്ലി ഇതിന് നന്നായി യോജിക്കും. പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. ഈ ചേട്ടന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റാറായി കാണണം. ഒരു ഹെൽമറ്റ് പോലും ഇല്ലാതെയാണ് റോഡിൽ വെച്ച് ഈ സർക്കസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മാസങ്ങളുടെ പേര് പഠിക്കാം. जनवरी, फरवरी, मार्च, अप्रैल, मई, जुलाई, सितंबर, अक्टूबर, मार्च, अप्रैल, मई, जुलाई, अक्टूबर, नवंबर, अक्टूबर. ഇതൊന്നും ഇങ്ങനെ ആരും പഠിച്ചു വെക്കരുത്. ഇതെന്തായാലും നൈസ് ഐഡിയ ആണ്. കോമഡിയാണെന്നോ ചോദിച്ചാൽ കോമഡിയാണ്. വെയിലും കൊള്ളണ്ട, പണിയും നടക്കും, കാറ്റും കൊള്ളാം. സോളാർ പാനലിന് വെയിറ്റ് കുറവുണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഒരു പാസ്റ്റ് ബോളറുടെ ഓരോ പ്രയാസങ്ങൾ. അക്കരെ പറമ്പിൽ നിന്നാണ് ഓടി വരുന്നത്. ആദ്യം തോന്നിയത് എന്തോ കള്ളത്തരം കാണിച്ചിട്ട് ഓടി വരുന്ന പോലെ. പിന്നെയല്ലേ പ്ലാൻ B വന്നത്.